അത് ശരി. കീരിയും പാമ്പും ഇവിടെ ഇരുന്ന് സൊറ പറയുവാണോ? ദീപുവിന്റെയും ജെനിയുടെ അടുത്തേക്ക് വന്ന് മനു ചോദിച്ചു. മനുവിന്റെ ശബ്ദം കേട്ടപ്പോ ദീപുവും ജെനി തിരിഞ്ഞു നോക്കി. അവരുടെ പുറകെ നിൽക്കുന്ന എല്ലാവരെയും കണ്ടപ്പോ അവർ പുഞ്ചിരിച്ചുകൊണ്ട് എണീറ്റു. ആര് പറഞ്ഞു കീരിയും പാമ്പുമാണെന്ന്? ഇതെന്റെ ഏട്ടന, അല്ലേ ഏട്ടായി? ദീപുവിന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ജെനി മനുവിനോട് പറഞ്ഞു. അപ്പൊ ഞാനോ? കള്ളപ്പിണക്കത്തോടെ മനു അവളോട് ചോദിച്ചു. എന്റെ ഏട്ടൻ, ഇളിച്ചുകൊണ്ട് ജെനിയും പറഞ്ഞു. അപ്പൊ ഞാനോ? അച്ചു അവളോട് ചോദിച്ചു. താൻ കാലൻ. ജെനി അവനെ നോക്കി പുച്ഛിച്ചു പറഞ്ഞു. അവളുടെ മറുപടി കേട്ട് എല്ലാവരും ചിരിച്ചു. ഈ കാലിന്റെ കൈ നിന്നെ കിട്ടും, കാത്തിരുന്നു. അവളെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് അച്ചു പറഞ്ഞപ്പോൾ ജെനി അവനെ നോക്കി. അവന്റെ മുഖത്തെ ഭാവം അവൾക്ക് മനസ്സിലായില്ല. രണ്ടുപേരുടെയും കണ്ണുകൾ ഉടക്കിയപ്പോ അവളുടെ വെള്ളാരം കണ്ണുകളിലേക്ക് അച്ചുവിന്റെ കണ്ണുകൾ ആഴ്ന്നിറങ്ങി. എന്തൊക്കെയോ വികാരങ്ങൾ അവളെ വന്ന് മൂടുന്നത് ജെനി അറിഞ്ഞു. ഇന്ന് വരെ തോന്നാത്ത പുതിയൊരു അനുഭൂതി അവന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് തോന്നി തുടങ്ങി. അവളുടെ ഉയർന്നു വന്ന ഹൃദയമിടിപ്പ് പോലും അവൾക്ക് അത്ഭുതമായി തോന്നി. അച്ചു അവളുടെ കണ്ണുകളുടെ പിടച്ചിൽ അവനിലേക്ക് ആവാഹിച്ചുകൊണ്ടിരുന്നു. അവളുടെ വെള്ളാരം കണ്ണുകളിൽ നിന്ന് അവന്റെ കണ്ണുകൾ പിൻവാങ്ങാൻ വിസമ്മതിച്ചു. ഹായ് ചേച്ചി, ഞാൻ ദിവ്യ. ദിവ്യ എന്ന് വിളിക്കും. ദിവ്യ ജെനിയുടെ അടുത്ത് വന്ന് കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ദിവ്യയുടെ ശബ്ദം കേട്ടപ്പോൾ ജെനി ഒന്ന് ഞെട്ടി. പെട്ടെന്ന് തന്നെ അച്ചുവിൽ നിന്ന് നോട്ടം മാറ്റി ദിവ്യയെ നോക്കി. ഹലോ ജനനി, ജെനി എന്ന് വിളിക്കാം. ദിവ്യയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ അച്ചുവിന്റെ മേൽ പാറി വീഴുമ്പോൾ അച്ചു കണ്ണിമ വയ്ക്കാതെ അവളെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അവനെ നോക്കുമ്പോഴുള്ള അവളുടെ കണ്ണുകളുടെ പിടച്ചിൽ അവനിൽ ഒരു പുഞ്ചിരി വിരിച്ചു. ജെനിയെയും അച്ചുവിനെയും തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു മറ്റുള്ളവർ. ബാക്കിയുള്ളവർക്ക് സന്തോഷമാണ് തോന്നിയതെങ്കിൽ വിധുവിന് എന്നത്തെയും പോലെ ജെനിയോട് അസൂയയും ദേഷ്യവുമാണ് തോന്നിയത്. അത് അവളുടെ കണ്ണിൽ നിന്നും പാച്ചു അഞ്ചു എബിയും വായിച്ചെടുത്തു. ഇവള് ജെനിയുടെ കൈക്ക് പണിയാകും വൈകാതെ, പാച്ചു അവരോട് പതിയെ പറഞ്ഞു. ഉറപ്പല്ലേ? ചിരിച്ചുകൊണ്ട് എബി അവനോട് പറഞ്ഞു. നിനക്ക് ആരാടി ലേഡി റൗഡി എന്ന് പേരിട്ടത്? ദീപു ജെനിയോട് ചോദിച്ചു. അത് ദേ ഇവരൊക്കെ. പാച്ചുവിനെയും എബിയെ അഞ്ചുവിനെയും ചൂണ്ടി ഇളിച്ചുകൊണ്ട് ജെനി പറഞ്ഞു. നീ അത്രയ്ക്ക് ഭീകരിയാണോടി? അച്ചു അവളോട് ചോദിച്ചു. പിന്നെ അവള് സിംഹമാണ്, പാച്ചു അവനോട് പറഞ്ഞു. ഓ, പല്ല് കൊഴിഞ്ഞ സിംഹം. അച്ചു ജെനിയെ പുച്ഛിച്ചു. തന്റെ പല്ലാണ്ടോ കൊഴിഞ്ഞ് കളവ. ജെനി അച്ചുവിന്റെ നേർക്ക് ചീറി. നീ ആടി കിളവി, തന്റെ കെട്ടിയോളാണോ കിളവി? ദേ എന്റെ പെണ്ണിനെ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറയും, ഇനിയും പറയും, തന്റെ കെട്ടിയോൾ തന്നെയാണ് കിളവി. എടി പെണ്ണെ, നീ തല്ല് വാങ്ങിക്കും. പിന്നെ എന്നെ തൊട്ട ഞാൻ വെറുതെ ഇരിക്കുമോ? ഞാനും തല്ലും. ആഹാ, നീ തല്ലുമോടി? ആ, എന്നെ തൊട്ട ഞാനും തിരിച്ചു ചെല്ലും. എന്നാ അതൊന്ന് കാണണമല്ലോ. ആ, താൻ തല്ലി നോക്ക്, അപ്പൊ കാണാം. അത്രയ്ക്കായോ നീ എന്നെ വെല്ലുവിളിക്കാൻ മാത്രം? ആയി. നീ ലേഡി റൗഡിയല്ല, ലേഡി ഭ്രാന്തിയാണ്. അച്ചു അവളെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. തനിക്കാടോ ഭ്രാന്ത്? കാട്ടാള. കാട്ടാള നിന്റെ അമ്മായിയപ്പൻ. എന്റെ അമ്മായിപ്പനെ പറഞ്ഞാലുണ്ടല്ലോ. നിനക്ക് പൊള്ളുന്നുണ്ടോ? പൂവ് പൊള്ളുന്നുണ്ട്. തന്നെയും കൂടി പൊള്ളിക്കണോ? എന്നാ നീ ഒന്ന് പൊള്ളിച്ചു നോക്ക്, അപ്പൊ കാണാൻ ബാക്കി. ഓ, എനിക്കൊന്നും കണ്ടേ, കണ്ടെടുത്തോളം മതിയായി. മതിയാവാനും മാത്രം നീ എന്താടി കണ്ടത്? അത് തന്നോട് പറയണോ? ഞാൻ പലതും കാണും. അതൊക്കെ തന്നോട് പറയേണ്ട കാര്യമുണ്ടോ? നിന്ന് കുരയ്ക്കാതെ പോയി കൂട്ടി കയറിപ്പോ. നിന്റെ അച്ഛനടി കുരയ്ക്കുന്നത്. ദേ അപ്പന് പറഞ്ഞാലുണ്ടല്ലോ. ജെനി അവന് നേരെ വിരൽ ചൂണ്ടി. വയസ്സിന് മൂത്തവരുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നു. അവളുടെ ചൂണ്ടെ വിരലിൽ പിടിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. വിരലൊന്ന് വിടടോ. വിടില്ലെങ്കിൽ വിട്ടോ, അതാ നല്ലത്. ഇനി വിരൽ ചൂണ്ടില്ല എന്ന് പറ, അപ്പ വിടാം. പറയില്ല, വിടടും. ജെനി അവളുടെ കൈ കുടഞ്ഞു. ഇവരുടെ വഴക്കണ്ട് ബാക്കിയുള്ളവർ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു. രണ്ടും ഒരു തരത്തിലും അടുക്കുന്നില്ലല്ലോ. കുറഞ്ഞു തുള്ളുവല്ലേ. ഏട്ടനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ സാധനത്തിന് ചങ്ങലക്കിടാൻ. ജെനി മനുവിന് നേരെ തിരിഞ്ഞു. ചങ്ങലക്കിടാൻ ഞാനെന്താ ഭ്രാന്തനോ? ആ, തനിക്ക് നല്ല മുഴുത്ത ഭ്രാന്താണ്. ചങ്ങലക്കിട്ടാലും അടങ്ങുമെന്ന് തോന്നില്ല. നിനക്ക് പിന്നെ ഷോക്ക് തന്നാലും അടങ്ങില്ല. അങ്ങനെ തുള്ളുവല്ലേ. താനാടോ തുള്ളുന്നത്? വെളിച്ചപ്പാടെ. വെളിച്ചപ്പാട് നിന്റെ മറ്റവൻ. താൻ പോടും. ഏട്ടത്തി, ഈ സാധനത്തിന് വല്ല പാലയിലും കൊണ്ടുപോയി തളയ്ക്കും. യക്ഷി. യക്ഷി തന്റെ കുഞ്ഞമ്മ. ജെനി. ജാനി അവളെ വിളിച്ചു. കേറിപ്പോ അകത്തേക്ക്. ജാനി അവളോട് പറഞ്ഞു. ഇയാളോട് പറ, ഇയാളല്ലേ പ്രശ്നം തുടങ്ങിയത്? നീയല്ലേ തുടങ്ങിയത്? വടയക്ഷി. തനിക്കുള്ള വട ഞാൻ തരുന്നുണ്ട്, കോലമാട. ജെനി. ജാനി അവളെ വീണ്ടും വിളിച്ചു. ആ, പോവുക. ജെനി മുന്നോട്ട് നടന്നു. പിന്നെ തിരിഞ്ഞ് അവരുടെ നേർക്ക് തന്നെ നിന്നു. ഏട്ടായി, ആ സാധനം കടിക്കാതെ നോക്കണേ, പേളകും കടിച്ച. അച്ചുവിനെ നോക്കിക്കൊണ്ട് ജെനി ദീപുവിനോട് പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് ദീപു ചിരിച്ചുപോയി. ദീപു മാത്രമല്ല, മറ്റുള്ളവര്. ഡി. അച്ചു അവളുടെ നേർക്ക് നടന്നു. പോടാ, നിങ്ങൾ വരുന്നുണ്ടേ വാ. പാച്ചുവിനെയും അഞ്ജുവിനെയും എബിയെ നോക്കി അവൾ പറഞ്ഞു. അച്ചുവിനെ നോക്കി കൊഞ്ഞനം കുത്തി അവൾ വെട്ടിത്തിരിഞ്ഞു നടന്നു. അവളുടെ പുറകെ അഞ്ജു, എബിയും പാച്ചുവും പോയി. ഓ, ഒരു മഴ പെയ്ത് തോർന്ന പോലെ. ജെനി പോകുന്നത് നോക്കി കൃതി പറഞ്ഞു. എന്റെ പിറന്ന കോളമാക്കി തന്നല്ലോ, സമാധാനമായല്ലോ. ജാനി അച്ചുവിനോടും പറഞ്ഞു. ഞാൻ മാത്രമല്ലല്ലോ, അവളും കൂടിയില്ലേ? വിളിച്ചുകൊണ്ട് അച്ചുവും പറഞ്ഞു. നിനക്ക് എന്താടാ വെറുതെ അവളെ ചൊറിഞ്ഞോണ്ട് നടക്കുന്നു? ദീപു അച്ചുവിനോട് ചോദിച്ചു. എനിക്കിഷ്ടായതുകൊണ്ട്.
അച്ചു അവനോട് പറഞ്ഞു. എന്ത്? അവളെയോ അവളോട് വഴക്കിടുന്നതോ? രണ്ടും. ഓ, ഏ, എന്താ? എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു. കേട്ടില്ലേ, അവളെയും അവളോട് വഴക്കിടുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് അച്ചു വിളിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവരോട് പറഞ്ഞു. ഡാ, നീ സീരിയസ് ആയിട്ട്? മനു അച്ചുവിനോട് ചോദിച്ചു. ഞാൻ കളിയായിട്ട് പറഞ്ഞാണെന്ന് ഏട്ടന് തോന്നിയോ? അച്ചു മനുവിനോട് ചോദിച്ചു. എപ്പോ മുതലാണ് അവളോട് ഇഷ്ടം തുടങ്ങിയത്? അവളോട് തന്നെ. ജാനി അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല ഏട്ടത്തി. പക്ഷെ വഴക്കുണ്ടാക്കി അവൾ എന്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട്. അവളുടെ ആ വെള്ളാരം കണ്ണുകളും നക്ഷത്ര മൂക്കുത്തി താടിച്ചുഴിയെല്ലാം അത് മാത്രമാണ് ഇപ്പൊ മനസ്സിൽ. ഇഷ്ടമാണ് ഏട്ടത്തി എനിക്ക്. ഏട്ടത്തിയുടെ അനിയത്തി എന്റെ മാത്രം ആക്കാനുള്ള ഇഷ്ടം. ഈ നെഞ്ചി ഇപ്പോ അവള് മാത്രമേ ഉള്ളൂ. അവളോട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയാണ് വഴക്കുണ്ടാക്കുന്നത്. അവളുടെ വഴക്കൊക്കെ ഞാൻ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ടെന്നറിയോ? ജാനിയെ നോക്കി അച്ചു പറഞ്ഞപ്പോ എല്ലാവരും അന്തം വിട്ട് നിന്നു. കള്ള കാമുക! അവന്റെ വയറ്റിട്ട് ഇടിച്ചുകൊണ്ട് ദീപു അവനെ വിളിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് കണ്ണു ചിമ്മി. എടാ, അതിനിങ്ങനെ വഴക്ക് കൂടിയ അവൾക്ക് നിന്നോട് ദേഷ്യാവില്ലേ? വെറുക്കില്ലേ അവള് നിന്നെ? കൃതി അവനോട് ചോദിച്ചു. അവള് വെറുക്കട്ടെ. വെറുത്ത് അവസാനം പറിച്ചു മാറ്റാൻ കഴിയാത്ത അത്ര ആഴത്തിൽ അവളുടെ മനസ്സിൽ ഞാൻ പതി. ഞാനില്ലാതെ അവൾക്ക് പറ്റില്ല എന്നാവും. നിങ്ങൾ നോക്കിക്കോ, അച്ചു അവരോട് പറഞ്ഞു. ജെനിയെ പറ്റി സംസാരിക്കുമ്പോൾ അവന്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും കണ്ണിലെ തിളക്കും എല്ലാവരും ശ്രദ്ധിച്ചു. അല്ല, ഇനി അവളെ മെരുക്കെടുക്കണ്ടേ? മനു അവനോട് ചോദിച്ചു. ആ പുലി എന്റെ എലിക്കുട്ടിയാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനല്ലേ ഞാൻ തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഇതൊന്നും അവൾ അറിയരുതേ. അറിഞ്ഞാ എനിക്കുള്ള പുഴിയെടുക്കാം. അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അകത്തേക്ക് നടന്നു. അവന്റെ പുറകെ മനുവും ജാനിയും കൃതിയും പോയി. വിധുവും ദീപു അവിടെ തന്നെ നിന്നു. ദീപു വിധുവിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. ഓരോ തവണ അച്ചു ജെനിയെ പറ്റി സംസാരിക്കുമ്പോഴും അവളുടെ മുഖത്ത് ജെനിയോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു. വിധു, ദീപു അവളെ വിളിച്ചു. എന്താടാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. നീ ഇപ്പോഴും അച്ചുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ദീപു ചോദിച്ചു. ഉണ്ട്. അവൻ നിന്നോട് പറഞ്ഞതല്ലേ നിന്നെ അവൻ അങ്ങനെ കണ്ടിട്ടില്ലെന്ന്? ഇനിയും കാണാലോ. വിധു പുച്ഛത്തോടെ അവനോട് പറഞ്ഞു. നീ പൊട്ടിയാണോ? അവന്റെ മനസ്സിൽ ജെനിയാണെന്ന് അവൻ ഇപ്പൊ പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെയാടി അവൻ നിന്നെ? അവനിൽ നിന്ന് അവൾ അകന്ന പിന്നെ അവൻ എന്നെ സ്നേഹിക്കും. എന്താ നിന്റെ ഉദ്ദേശം? സിമ്പിൾ. അച്ചുവിലേക്ക് അടുക്കാൻ എനിക്ക് തടസ്സം അവളാണ്, ജനനി. അവളെ ഞാൻ തീർക്കും. അവള് പറഞ്ഞതും ദീപുവിന്റെ കൈ ഉയർന്നു താഴ്ന്നു. ഇത് കവളും പൊത്തി പകച്ചുകൊണ്ട് അവനെ നോക്കി. ഇതെന്തിനാണെന്നറിയുമോ? എന്റെ പെങ്ങളെ പറ്റി പറഞ്ഞതിന്. ദീപു അവളോട് ദേഷ്യത്തോടെ പറഞ്ഞു. ഒന്നുകൂടി കേട്ടോ നീ. നല്ലൊരു ഫ്രണ്ട് ആണെങ്കിൽ നീ ഒരിക്കലും അച്ചുവിൽ നിന്ന് അവന്റെ സന്തോഷം അടർത്തി മാറ്റാൻ ശ്രമിക്കില്ല. അവന്റെ മനസ്സിൽ ജെനി കയറിയിട്ട് കുറച്ചേ ആയുള്ളൂ. പക്ഷെ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര ആഴത്തിലാണ് അവളുടെ മുഖം അവന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. നീ അവളെ അവനിൽ നിന്നും അകറ്റിയാലും അവൻ നിന്നെ സ്നേഹിക്കില്ല വിധു. അവന്റെ സന്തോഷം എന്തിനാടാ കളയുന്നേ? ദീപു അടിച്ച് അവളുടെ കവളിൽ തലോടിക്കൊണ്ട് അവൻ വിധുവിനോട് പറഞ്ഞു. വിധു മറുപടിയൊന്നും പറയാതെ അവനെ തന്നെ നോക്കി നിന്നു. ഇനി നീ അറിയാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ? ദീപു അവളോട് ചോദിച്ചു. എന്താണെന്ന പോലെ അവൾ അവനെ നോക്കി. നീ അച്ചുവിനെ സ്നേഹിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതാണ് വിധു. നിന്റെ പ്രണയം അച്ചുവിനോടാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് നിന്നോടുള്ള പ്രണയം ഞാൻ എന്റെ മനസ്സിൽ മാത്രം വെച്ചു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി അവനെ നോക്കി. ഇപ്പോഴും ഒരു തരി ഇഷ്ടം കുറയാതെ അങ്ങനെ തന്നെ ഉണ്ട്. വെറും ഇഷ്ടമല്ല, പ്രണയമാണ് എനിക്ക് നിന്നോട്. നീ ആലോചിക്കും, എന്നിട്ട് മറുപടി പറയും. മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന അച്ചുവിനെ വേണോ അതോ നിന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന എന്നെ വേണോ എന്ന് നിനക്ക് തീരുമാനിക്കാം. അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ദീപു അകത്തേക്ക് നടന്നു. വിധു അവിടെ തന്നെ നിന്നു. എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അകത്ത് TV കാണുകയാണ് അച്ഛന്മാരെല്ലാരും. മഹി ന്യൂസ് ഇട്ടു. അതിൽ വിനയുടെ മരണവാർത്തയായിരുന്നു കാണിച്ചിരുന്നത്. MLA യുടെ ആകെയുള്ള മകനാണത്രേ. ന്യൂസ് കണ്ട ചന്ദ്രൻ പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടെന്താ, ആള് പോയില്ലേ? നെടുവീർപ്പോടെ മഹിയും പറഞ്ഞു. ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവില്ലേ? അവർ ആരേലും ആവും അല്ലേ കൊന്നത്? ജയൻ പറഞ്ഞു. ആയിരിക്കും. ഇവന്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ശത്രുക്കൾ തന്നെയാവും, മഹി പറഞ്ഞു. അവരുടെ സംസാരം കേട്ട് പരിഹാസം നിറഞ്ഞ ചിരിയോടെ ജെനി അവരുടെ പുറകിലുണ്ടായിരുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയതും മനു ജാനിയെ വലിച്ച് അവളുടെ മുറിയിലേക്ക് പോയി. എന്താ ഇത്? വിടേട്ടാ. അവന്റെ കൈ വിടുവെക്കാൻ നോക്കിക്കൊണ്ട് ജാനി പറഞ്ഞു. അവൻ മിണ്ടാതെ മുറി കയറി വാതിലടച്ചു. എന്തിനാ വാതിലടയ്ക്കുന്നത്? നമ്മളെ അന്വേഷിക്കില്ലേ? മാറിയിട്ടാ. അവനെ തള്ളി മാറ്റി അവൾ പറഞ്ഞു. മനു അവളെ ചുമലിലേക്ക് ചേർത്ത് നിർത്തി. ജാനി ഞെട്ടി അവനെ നോക്കി. അവൻ അവൾക്ക് ഇരുവശവും കൈകൾ കുത്തി അവളിലേക്ക് ചേർന്ന് നിന്നു. എന്താ? വിക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഒന്നുമില്ല. നിനക്കൊരു ഉമ്മ ചോദിച്ചപ്പോ എന്തായിരുന്നു ജാട? ഞാൻ പറഞ്ഞല്ലേ ഞാൻ എടുക്കുമെന്ന്. അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ജാനിയുടെ ഉള്ളിലൂടെ ഒരു തരിപ്പ് പടർന്നു പോയി. അവളുടെ ചെന്നൈ കൂടി ഒഴുകുന്ന വിയർപ്പ് കണങ്ങളെ മനു കൗതുകത്തോടെ നോക്കി നിന്നു. അവൻ പതിയെ അവളുടെ മേലേക്ക് അമർന്നു. ഏട്ടാ. ജാനി അവനെ വിളിച്ചു. അവളുടെ ചുണ്ട് വിരൽ വെച്ച് അവൻ പറഞ്ഞു. ജാനി മനുവിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ഒരു തവണ, ഒറ്റ തവണ മാത്രം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു.
അവനെ തന്നെ നോക്കി നിന്നിരുന്ന അവൾ അവന്റെ വിരൽ അവളുടെ ചുണ്ടിൽ നിന്ന് അവൻ മാറ്റിയതറിഞ്ഞില്ല. അവന്റെ ഒരു കൈ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ചപ്പോൾ ജാനി ഒന്ന് ഉയർന്നു പൊങ്ങി അവന്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചു. മറ്റേ കൈ അവളുടെ പിൻകഴുത്തിലൂടെ പിടിച്ച് അവന്റെ മുഖത്തേക്ക് അവളുടെ മുഖം അടുപ്പിച്ചു. ജാനി കണ്ണുകൾ ഇറുകെ അടച്ചു. അവളുടെ പേടിച്ചുള്ള നിൽപ്പ് കണ്ടപ്പോൾ മനു പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പിൻവാങ്ങി. ജാനി പതിയെ കണ്ണുകൾ തുറന്നു. അവൾ കണ്ണു തുറന്നതും അവൻ അവന്റെ അതരങ്ങൾ കൊണ്ട് അവളുടെ അതരങ്ങളെ ബന്ധിച്ചു. ജാനിയുടെ കണ്ണുകൾ മെഴിഞ്ഞു. അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി. പതിയെ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവന്റെ ചുംബനത്തിൽ അവൾ അലിഞ്ഞു നിന്നു. അവളുടെ അതരങ്ങളെ അവൻ ആസ്വദിച്ചു നുണയുമ്പോൾ അവളുടെ കൈകൾ അവന്റെ ഷർട്ടിൽ നിന്ന് പിടിവിട്ട് അവന്റെ കൈകൾക്കിടയിലൂടെ അവന്റെ പുറത്ത് അലഞ്ഞു നടന്നു. രണ്ടുപേരും ചുംബനത്തെ അലിഞ്ഞു ചേർന്ന് പരസ്പരം മതിമറന്ന് ചുംബിച്ചുകൊണ്ടിരുന്നു. അയ്യോ, ഫ്രഞ്ച്! ശബ്ദം കേട്ട് മനുവും ജാനി ഞെട്ടിപ്പിടഞ്ഞു മാറി. ജാനി വേഗം മുഖമൊക്കെ തുടച്ച് തിരിഞ്ഞപ്പോഴല്ലേ കണ്ടത്. ആരെ? ലവളെ തന്നെ, നമ്മുടെ ജെനിയെ. ഇമോജി മങ്കിയെ പോലെ കൈകൊണ്ട് വായ പൊത്തി പിടിച്ചിട്ടുണ്ട്. കണ്ണ് രണ്ടും ബുൾസേ പോലെ. ഇപ്പൊ ചാടും പുറത്തേക്ക്. പാവം കൊച്ചി അടിയുണ്ടാക്കി നടക്കുന്നു എന്നല്ലാതെ ഒരു ഫ്രഞ്ച് ഒന്നും നേരിട്ട് കാണാനുള്ള കപ്പാസിറ്റി ഇല്ലെന്നേ. ഓളെ ജെനി, മനു അവളെ വിളിച്ചു. ഓ അമ്മച്ചി, ഈ കണക്കിന് പോയ നിങ്ങൾ രണ്ടും ഈ കലവറ മണിയറാക്കുമല്ലോ. ജെനി അതേ നിൽപ്പ് നിന്നുകൊണ്ട് അവരോട് ചോദിച്ചു. മോളെ നാറ്റിക്കല്ലേ പ്ലീസ്. മനുവും ജാനി അവളോട് ഒരുമിച്ച് പറഞ്ഞു. ഇനി കല്യാണം കഴിയുന്നവരെ രണ്ടും കണ്ടുപോകരുത്. ഇടുപ്പിൽ കൈകുത്തി ജെനി അവരെ നോക്കി പറഞ്ഞു. ജെനി, ഇത്രയ്ക്ക് വേണോ? മനു നിഷ്കുഭാവമായിട്ട് അവളോട് ചോദിച്ചു. വേണം, അല്ലെങ്കിലേ നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങളുടെ പിള്ളേരാവും സാമ്പാർ വിളമ്പുന്ന. സോ കീപ് ഡിസ്റ്റൻസ്. ജെനി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എന്നാ ഞാൻ പൊക്കോട്ടെ? മനു ചോദിച്ചു. പെട്ടെന്നായിക്കോട്ടെ, വിളിച്ചുകൊണ്ട് ജെനിയും പറഞ്ഞു. ജാനിയെ ഒന്ന് നോക്കിക്കൊണ്ട് മനു പുറത്തേക്ക് പോയി. ചുമ്മാ. ജാനിയെ കണ്ണിറുക്കി ജെനിയും മനുവിന്റെ പുറകെ പോയി. പുഞ്ചിരിച്ചുകൊണ്ട് ജാനിയും മുറിവിട്ടിറങ്ങി. എന്തായേട്ടാ കഞ്ചാവടിച്ച ശശിയെ പോലെ വരുന്നത്? പിറുപിറുത്തുകൊണ്ട് വരുന്ന മനുവിനോട് അച്ചു ചോദിച്ചു. അച്ചുവിന്റെ കൂടെ ദീപു ഉണ്ടായിരുന്നു. ഒന്നുമില്ലടാ, നിശ്വസിച്ചുകൊണ്ട് മനു അവരുടെ അടുത്തിരുന്നു. മനുവിനെ ഒന്ന് സംശയത്തോടെ നോക്കിക്കൊണ്ട് അച്ചുവും ദീപും അവരുടെ സംസാരം തുടർന്നു. പെട്ടെന്ന് ആരോ പാടുന്നത് കേട്ട് സംസാരം നിർത്തി അച്ചുവും ദീപുവും മനു പാട്ട് കേട്ട ഭാഗത്തേക്ക് നോക്കി. ജെനിയായിരുന്നു പാട്ടും പാടി സ്റ്റെയർ ഇറങ്ങി വരുവാണ് ആള്. മനുവിനെ കണ്ടപ്പോഴേ ജെനി അവിടെ നിന്നു, ഒരു കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട്. അവളുടെ നോട്ടവും മുഖത്തെ കള്ളച്ചിരിയും കണ്ട് ദീപുവും അച്ചു മനുവിനെ അർത്ഥം വെച്ച് നോക്കി. ഏത് നേരത്താണോ ഫ്രഞ്ച് അടിക്കാൻ തോന്നിയത്? മനു ഒന്ന് ആത്മകഥിച്ചു. സുഖല്ലേ ഏട്ടാ? ജെനി മനുവിനോട് ചോദിച്ചു. ആ മോളെ, മനു അവളെ നോക്കി പറഞ്ഞു. അച്ചുവും ദീപും കാര്യം മനസ്സിലാവാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഏട്ടൻ ഉപ്പിട്ടൊരു നാരങ്ങ വെള്ളം എടുക്കട്ടെ, ക്ഷീണം മാറാൻ. ജെനി അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. മനുവാണെ ഉമ്മിക്കാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ടിരുന്നു. ജെനി കാണാനിടയായ നിമിഷത്തെ. വേണ്ട മോളെ, വേണമെങ്കിൽ പറയണേ, ഞാൻ ഇവിടെ തന്നെ കാണും. അവനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ടവൾ പറഞ്ഞു. പിന്നെ അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. എന്താ ഏട്ടാ, സത്യം പറഞ്ഞോ? ജെനി പോയത് അച്ചുവും ദീപും മനുവിന്റെ നേർക്ക് തിരിഞ്ഞു. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട കുമാരേട്ടാ. പുറകെ നിന്ന് ചിരിച്ചുകൊണ്ട് ജെനി പറഞ്ഞപ്പോ അവർ 3 പേരും തിരിഞ്ഞു നോക്കി. നീ പോയില്ലേ? ഓടി. മനു അവളെ അവിടെ ഒന്ന് ഓടിച്ചു വിട്ടു. പറയേട്ടാ, അച്ചു പിന്നെയും ചോദിച്ചു. എടാ അത്. മനു തല ചൊറിഞ്ഞു. അച്ചുവും ദീപും അവനെ സംശയത്തോടെ നോക്കി. മനു അവരോട് കാര്യം പറഞ്ഞു. കേട്ട് രണ്ടും ഒടുക്കത്ത് ചിരി. ചിരിക്കുന്നീ, ലവളുണ്ടല്ലോ ആ പോയവൾ, അവളെ മെരുക്കിയെടുക്കാൻ നീ കുറച്ച് പാടുപെടും. മനു അച്ചുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് മറുപടിയെ അച്ചു ചിരിച്ചുകൊണ്ട് തലയാട്ടി. നന്നായി തലയാട്ടിക്കോ, ഒരു ഫ്രഞ്ച് കണ്ട് കണ്ണും തള്ളി നിന്നവളാ. നിന്റെ ഭാവി ജീവിതം ഇക്കണക്കിന് പോയ അടിപൊളിയാവും. എല്ലാ ആശംസകളും നേരുന്നു. അച്ചുവിനെ ആശംസിച്ചുകൊണ്ട് മനു അവിടെ നിന്ന് എണീറ്റ് പോയി. അച്ചു മനുവിനെ നോക്കി പല്ല് കടിച്ചു. മഹി, ദിവ്യ BRക്കിന് ചേർക്കണം, പറ്റിയ കോളേജ് ഉണ്ടോ? ജയൻ മഹിയോട് ചോദിച്ചു. ആ, ജെനിയുടെ കോളേജിൽ ചേർക്കാം, നല്ല കോളേജാണ്. പിന്നെ ദിവ്യമോൾക്ക് അവിടെ ജെനിയും ഉണ്ടല്ലോ കൂട്ടിന്. മഹി പറഞ്ഞപ്പോ ചന്ദ്രനും അതിനോട് യോജിച്ചു. ജയനും അത് ഇഷ്ടപ്പെട്ടു. ദിവ്യയോട് ചോദിച്ചപ്പോ അവൾക്ക് സമ്മതമാണ്. നമുക്ക് നാളെ പോവാം, പിന്നെ ജെനിയോട് പറയണ്ട, മഹി അവരോട് പറഞ്ഞു. അതെന്താ, അവൾ അറിഞ്ഞ? ജയൻ ചോദിച്ചു. അവൾ അറിഞ്ഞാൽ ശരിയാവില്ല. നാളെ അവിടെ നിന്ന് അവൾ നമ്മളെ കണ്ടാൽ മതി. അവളുടെ കോളേജ് വിശേഷം നേരിട്ട് കാണാലോ, മഹി പറഞ്ഞു. എല്ലാവരും സമ്മതിച്ചു. അപ്പൊ നാളെ ദിവ്യ കോളേജിൽ ചേർക്കുവാണോ? അവരുടെ സംസാരം കേട്ടുകൊണ്ട് വന്ന അച്ചു ചോദിച്ചു. ദീപവും കൃതിയും വിധുവും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. വിധു ഇടയ്ക്കിടെ ദീപുവിനെ നോക്കിക്കൊണ്ടിരുന്നു. ആ അതെ, ചിരിയോടെ ജയൻ പറഞ്ഞു. എന്നാൽ ഞങ്ങളുണ്ട്, കോളേജ് കാണാലോ, ദീപു പറഞ്ഞു. എല്ലാവരും നാളെ അവിടെ കണ്ട ജെനി ഞെട്ടും. പിന്നെ ജാനി, നീ വാ, നിന്റെ ഫ്രണ്ട്സ് ഇല്ലേ അവിടെ ലെക്ചേഴ്സ്, അവരെ കല്യാണത്തിന് ക്ഷണിക്കാം, മഹി ജാനിയോടും കൂടി പറഞ്ഞു. നാളെ ഒരു ജാഥയ്ക്കുള്ള ആളെയും കൊണ്ട് ദിവ്യ കോളേജിൽ ചേർക്കാൻ പോവാൻ തീരുമാനമായി. രാത്രിയിലെ ഭക്ഷണം കൂടി കഴിഞ്ഞാണ് അവർ പിരിഞ്ഞത്. ഇതിനിടെ ജെനിയും കൂട്ടരും വിനയുടെ മരണം ആഘോഷിക്കാനും മറന്നില്ല.